ഹലോ, വെൽക്കം ടു കോമേഴ്സ് ക്ലാസ്. അപ്പോൾ ഇന്ന് എടുക്കാൻ പോകുന്നത് ഓർഗനൈസേഷൻ ബിഹേവിയർ എന്നുള്ളൊരു സബ്ജക്റ്റിൻ്റെ ഫസ്റ്റ് 3 ചാപ്റ്ററാണ്. അതായത് ചാപ്റ്റർ 1 ഓർഗനൈസേഷണൽ ബിഹേവിയർ, ചാപ്റ്റർ 2 ഇൻഡിവിജ്വൽ ബിഹേവിയർ, ചാപ്റ്റർ 3 മോട്ടിവേഷൻ. അപ്പോൾ ഈ ഒരു സബ്ജക്റ്റിൽ ഫസ്റ്റത്തെ 3 ചാപ്റ്റർ എങ്ങനെയാണ് ഷോർട്ടായിട്ട് പഠിക്കുക, അല്ലെങ്കിൽ വെറും അരമണിക്കൂറിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് ഈ 3 ചാപ്റ്റേഴ്സിൻ്റെ മെയിൻ കണ്ടൻറ്റ്സ് കവർ ചെയ്യാമെന്നാണ് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളും അതിൻ്റെ ഒരു ചെറിയ കണ്ടൻറ്റുമാണ് ഈ ഒരു വീഡിയോയിലുള്ളത്. അപ്പോൾ എല്ലാവരും കേൾക്കുക. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ ഓർഗനൈസേഷണൽ ബിഹേവിയർ. എന്താണ് ഓർഗനൈസേഷണൽ ബിഹേവിയറിൻ്റെ ഡെഫിനേഷൻ തന്നെ ആദ്യം പഠിക്കണം. ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 2 or more പീപ്പിൾസ് വർക്കിംഗ് ടുഗെദർ ഫോർ കോമൺ ഒബ്ജക്റ്റീവ്സ്. ദെൻ ഓർഗനൈസേഷണൽ ബിഹേവിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ എങ്ങനെയാണ് ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്നത്, ആ ഒരു ബിഹേവിയറിനെയാണ് ഓർഗനൈസേഷണൽ ബിഹേവിയർ എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു സ്റ്റഡി തന്നെയാണ് ഓർഗനൈസേഷണൽ ബിഹേവിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ദെൻ നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് OB, അതായത് അതിൽ ഒരുപാട് പോയിൻറ്റ്സ് വരുന്നുണ്ട്. അതൊരു ഇൻ്റർ ഡിസിപ്ലിനറി അപ്രോച്ചാണ് പറയുന്നത്. അതായത് ഒരു ഇൻഡിവിജ്വൽ അയാളുടെ ചുറ്റുള്ള എൻവിറോൺമെൻ്റ് ആയിട്ട്, സൈക്കോളജി ആയിട്ട്, സോഷ്യോളജി ആയിട്ട് ഒരുപാട് റിലേറ്റഡ് ആണ്. അതുകൊണ്ടാണ് അതൊരു ഇൻ്റർ ഡിസിപ്ലിനറി അപ്രോച്ചാണെന്ന് പറയുന്നത്. ദെൻ ആക്ഷൻ ഓറിയൻറ്റഡ് പ്രോസസ്സാണ്. അതായത് ഒരാളുടെ ബിഹേവിയർ നമ്മൾ പറയുന്നത് അയാൾ ചെയ്യുന്ന പ്രവൃത്തിയിലൂടെയാണ് നമുക്ക് മനസ്സിലാവുന്നത്. അതുകൊണ്ടാണ് അതിന് ആക്ഷൻ ഓറിയൻറ്റഡ് എന്ന് പറയുന്നത്. ദെൻ ഇറ്റ്സ് എ സയൻസ് ആൻഡ് ആർട്ട്. അതൊരു സയൻസും ഒരു ആർട്ടുമാണ്. അതായത് ഒരു ഹ്യൂമണിന് അയാളുടെ സ്കില്ലും ഉണ്ടാവും, അതുപോലെ തന്നെ നോളേജും ഉണ്ടായിരിക്കും. അതാണ് അങ്ങനെ പറയുന്നത്. ദെൻ ഒരു ഇൻഎക്സാക്റ്റ് സയൻസ് ആണ്, എക്സാക്റ്റ് സയൻസ് അല്ല. ദെൻ കണ്ടിജൻസി അപ്രോച്ചാണ്, അതായത് സിറ്റുവേഷൻ ബേസ്ഡ് കൺസെപ്റ്റാണ് ഓർഗനൈസേഷണൽ ബിഹേവിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ദെൻ ഒരു സിസ്റ്റമാറ്റിക് അപ്രോച്ചാണ്, സിസ്റ്റമാറ്റിക് വിഷനാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കേണ്ടത്. അതുകൊണ്ടാണ് അതിന് സിസ്റ്റമാറ്റിക് അപ്രോച്ച് എന്ന് പറയുന്നത്. ദെൻ സയൻറ്റിഫിക് മെത്തേഡാണ്, കൺസേൺ വിത്ത് എൻവിറോൺമെൻറ്റ്. അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ നേച്ചർ ആൻഡ് സ്കോപ്പൊക്കെ വരുന്നത്. ദെൻ നെക്സ്റ്റ് പറയുന്നത് ഫീച്ചേഴ്സ് ഓഫ് ഓർഗനൈസേഷണൽ ബിഹേവിയർ. അതായത് ഒരു ഓർഗനൈസേഷൻ ബിഹേവിയർ എന്ന് പറയുന്നത്, അതായത് ഇവിടെ പറയുന്ന ഒരു ഓർഗനൈസേഷനെ കുറിച്ചിട്ടാണ്. ഒരു ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ അത് ഒരു ഇൻഡിവിജ്വൽ റിലേറ്റഡ് ആണ്, അതുപോലെ തന്നെ ഗ്രൂപ്പ് റിലേറ്റഡ് ആണ്, സ്ട്രക്ചർ റിലേറ്റഡ് ആണ്, ടെക്നോളജി റിലേറ്റഡ് ആണ്, എൻവിറോൺമെൻറ്റ് റിലേറ്റഡ് ആണ്. അതായത് ഈ ഒരു പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒരു ഇൻഡിവിജ്വലിൻ്റെ ബിഹേവിയറിനെ അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും. അതായത് അതിൻ്റെ എൻവിറോൺമെൻറ്റ്, ടെക്നോളജി, സ്ട്രക്ചർ എല്ലാം ഒരാളുടെ ബിഹേവിയറിനെ തീർച്ചയായിട്ടും ബാധിക്കുന്ന കാര്യങ്ങളാണ്. ദെൻ മോഡൽസ് ഓഫ് ഓർഗനൈസേഷണൽ ബിഹേവിയർ. നമുക്കറിയാം ഒരു മാനേജ്മെൻറ്റ് സ്റ്റൈൽ തന്നെയാണ് ഇവിടെ പറയണത്. 4 രീതിയിലുള്ള സ്റ്റൈലുകളാണ് പറയണത്. 1 ഓട്ടോക്രാറ്റിക്, 2 കസ്റ്റോഡിയൽ, 3 സപ്പോർട്ടീവ്, 4 കൊളേജിയൽ. അതായത് ഓട്ടോക്രാറ്റിക് എന്ന് പറയാൻ നമുക്കറിയാം ഒരു ബോസിങ് സ്റ്റൈലാണ്. ഫുൾ ഒരു സുപ്പീരിയർ ഓർഡർ അനുസരിക്കുക, ഒരു പവർ ഓഫ് അതോറിറ്റി ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. കസ്റ്റോഡിയൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യാഷ് ബേസിക് ആയിട്ടുള്ളൊരു ഓർഗനൈസേഷൻസ് ഉണ്ടാവും. അതായത് ചെയ്ത പണിക്ക് ക്യാഷ് കൊടുത്തിട്ട് വിടുന്ന ടൈപ്പ് ഓർഗനൈസേഷൻസ് ഉണ്ടാവും. അതുപോലെ സപ്പോർട്ടീവ് ആയിട്ടുള്ളൊരു ഓർഗനൈസേഷൻ ഉണ്ടാവും, കോപ്പറേഷൻ, എല്ലാവർക്കും ഒരു തുല്യ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിലൊക്കെ ഒരു റോളൊക്കെ കൊടുക്കുന്ന ടൈപ്പ് സപ്പോർട്ടീവ് ആയിട്ടുള്ളൊരു ഓർഗനൈസേഷൻസ് ഉണ്ടാവും. അതുപോലെ തന്നെ കൊളേജിയൽ ആയിട്ടുള്ള, അതായത് ഈക്വൽ റെസ്പോൺസിബിലിറ്റി ഉള്ള ഓർഗനൈസേഷൻസും ഉണ്ടായിരിക്കും. ലൈക്ക് പാർട്ട്ണർഷിപ്പ് ഫേംസൊക്കെ പോലെയുള്ള കാര്യങ്ങളും അങ്ങനത്തെ ഓർഗനൈസേഷൻസ് ഉണ്ടാവും. മെയിനായിട്ട് അതാണ് പറയണത്. നെക്സ്റ്റ് പറയുന്നത് ഹാൾത്രോൺ സ്റ്റഡീസിനെ കുറിച്ചിട്ടാണ്. ഹാൾത്രോൺ സ്റ്റഡീസ് വരുന്നത് ഹിസ്റ്റോറിക്കൽ എവല്യൂഷൻസ് ഓഫ് ഓർഗനൈസേഷണൽ ബിഹേവിയറിലാണ്. അതിൽ ബാക്കിയുള്ള തിയറീസ് ഒന്നും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ഹാൾത്രോൺ സ്റ്റഡി മാത്രം എന്താണെന്ന് മനസ്സിലാക്കി വെക്കണം. ഇവിടെ ഹാൾത്രോൺ പറയുന്നത് എങ്ങനെയാണ് ഒരു ഓർഗനൈസേഷനിൽ ഹ്യൂമൻ റിലേറ്റഡ് ആവുന്നത് എന്നതാണ്. അതായത് ഹ്യൂമൻ ഫാക്ടേഴ്സും സൈക്കോളജി എങ്ങനെയാണ് ഒരു ഓർഗനൈസേഷനെ എഫക്റ്റ് ചെയ്യുന്നതെന്നും, അതുപോലെ തന്നെ ഒരാളുടെ റെസ്റ്റ്, ഒരു പേഴ്സൻ്റെ റെസ്റ്റ്, അതുപോലെ ഫാക്റ്റിക്, പ്രൊഡക്ടിവിറ്റി ഒക്കെ, ഒരു ഓർഗനൈസേഷനിൽ ഉണ്ടാകുന്ന റെസ്റ്റ്, ഫാക്റ്റിക്, പ്രൊഡക്ടിവിറ്റി എല്ലാം ഒരു ഹ്യൂമണിനെ, ഒരു ഇൻഡിവിജ്വലിനെ അല്ലെങ്കിൽ ഒരു എംപ്ലോയിനെ എങ്ങനെ കണ്ടോ റിലേറ്റ് ചെയ്തിരിക്കുന്നു, എഫക്റ്റ് ചെയ്യുന്നു എന്നതിനെ കുറിച്ചിട്ടാണ് ഇയാൾ പറയുന്നത്. ദെൻ നെക്സ്റ്റ് ടോപ്പിക്ക് OB ആൻഡ് അതർ ഡിസിപ്ലിൻസ്, ഓർഗനൈസേഷണൽ ബിഹേവിയർ ആൻഡ് അതർ ഡിസിപ്ലിൻസ്. ഇവിടെ പറയുന്നത് അതർ ഡിസിപ്ലിൻസ്, അതായത് വേറെ കുറേ ഘടകങ്ങൾ എങ്ങനെയാണ് ഓർഗനൈസേഷണൽ ബിഹേവിയറിനെ എഫക്റ്റ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാവുന്നതാണ്, റിപ്പീറ്റഡ് ആയിട്ടുള്ള ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ പാർട്ടാണ്. ദെൻ എങ്ങനെയാണ്, ഏതൊക്കെ ഫാക്ടേഴ്സാണ് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന് സൈക്കോളജി, അതായത് ഒരു ഹ്യൂമൻ്റെ സൈക്കോളജി ഒരാളുടെ ഇൻഡിവിജ്വൽ ബിഹേവിയറിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്, അതാണ് സൈക്കോളജിയിൽ പറയുന്നത്. ദെൻ സോഷ്യൽ സൈക്കോളജി, അയാളുടെ ചുറ്റുള്ള സിറ്റുവേഷൻസിലൂടെ അയാൾ കാണിക്കുന്ന സ്വഭാവങ്ങൾ, അതൊക്കെ ഒരു ഓർഗനൈസേഷൻ ബിഹേവിയറിനെ എഫക്റ്റ് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ സോഷ്യോളജി, അയാളുടെ ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്ന ഫെല്ലോ പീപ്പിൾസായിട്ട് അയാളെ എങ്ങനെ റിലേറ്റ് ചെയ്തിരിക്കുന്നു, അയാൾ എങ്ങനെ കണ്ട് പെരുമാറുന്നു, അതൊക്കെ എഫക്റ്റ് ചെയ്യുന്നു.
പിന്നെ അതുപോലെ തന്നെ ആന്ത്രോപോളജി, അയാളൊരു മൊത്തത്തിലുള്ളൊരു ഹ്യൂമൻ സൈക്കോളജി അതിന് ഒരാളുടെ ബിഹേവിയറിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പൊളിറ്റിക്കൽ സയൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോൺഫ്ലിക്റ്റ് ഒക്കെ വരുമ്പോഴുള്ള കാര്യങ്ങളാണ്. എക്കണോമിക്സ് എന്ന് പറയുമ്പോൾ അതിൽ മണി റിലേറ്റഡ് ആയിട്ട് വരുമ്പോൾ എങ്ങനെയൊക്കെയാണ് അയാൾ ബിഹേവ് ചെയ്യുന്നത്. എഞ്ചിനീയറിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടെക്നോളജിക്കൽ വൈസ് ആകുമ്പോൾ അയാൾ എങ്ങനെയാണ് റിലേറ്റ് ചെയ്യുന്നത്. മെഡിസിൻസ് എന്ന് പറയുമ്പോൾ അതിൽ സ്ട്രെസ്, ടെൻഷൻസ് അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ അയാൾ എങ്ങനെയാണ് പെരുമാറുന്നത്. ദെൻ ഇതൊക്കെയാണ് ഇതിൽ പറയുന്നത് മെയിനായിട്ട്. ഇതാണ് ഫസ്റ്റ് ചാപ്റ്റർ. ദെൻ സെക്കൻഡ് ചാപ്റ്റർ 2 ഇൻഡിവിജ്വൽ ബിഹേവിയർ. ആദ്യം നമ്മൾ എന്തായാലും ഇൻഡിവിജ്വൽ ബിഹേവിയർ എന്താണെന്ന് പഠിക്കും. ഇൻഡിവിജ്വൽ ബിഹേവിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാളുടെ പേഴ്സണാലിറ്റി തന്നെയാണ് ഇൻഡിവിജ്വൽ ബിഹേവിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ദെൻ ബേസിക് സൈക്കോളജിക്കൽ ആക്ടിവിറ്റീസ്, അതായത് ഒരു ഹ്യൂമൻ അയാളുടെ ഒരു ഹ്യൂമൻ ഫങ്ഷൻസ് എന്താണ്, ബേസിക് ഹ്യൂമൻ ഫങ്ഷൻസ് എന്താണ്, നമ്മൾ ഒരു ദിവസം അല്ലെങ്കിൽ നമ്മൾ ഒരു മനുഷ്യനായിട്ട് രീതിയിൽ എന്തൊക്കെ നമ്മൾ ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ എന്തൊക്കെ ഫങ്ഷൻ ചെയ്യുന്നുണ്ട്, അതൊക്കെയാണ് ഈ ബേസിക് സൈക്കോളജിക്കൽ ആക്ടിവിറ്റീസിൽ പറയുന്നത്. അത് ഏതൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ഫിസിക്കൽ ആൻഡ് സൈക്കോളജിക്കൽ ആക്ടിവിറ്റീസ്. ഫിസിക്കൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡ്രിങ്ക് ചെയ്യുന്നത്, ഫുഡ് കഴിക്കുന്നത്, വാട്ടർ കൺസംഷൻ ചെയ്യുന്നത്, എക്സ്ക്രീഷൻ അങ്ങനെയുള്ള കാര്യങ്ങളെയാണ് ഫിസിക്കൽ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. സൈക്കോളജിക്കൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിങ്ക് ചെയ്യുക, പെർസെപ്ഷൻ ചെയ്യുക, മെമ്മറി, അതിനൊക്കെയാണ് സൈക്കോളജിക്കൽ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ദെൻ മോട്ടോർ ബിഹേവിയർ, ജമ്പ് ചെയ്യുക, വാക്ക് ചെയ്യുക, റൺ ചെയ്യുക, അതായത് ഓടുക, ചാടുക, അങ്ങനെയുള്ള ഫിസിക്കലായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ആക്ടിവിറ്റീസിനൊക്കെയാണ് മോട്ടോർ ബിഹേവിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ദെൻ സൈക്കോളജിക്കൽ പ്രോസസ്സുകൾ നമ്മൾ പറഞ്ഞു. പ്രോബ്ലം സോൾവിങ് സ്കില്ല്, റിമെമ്പറിങ്, അതായത് മെമ്മറി, തിങ്കിങ്, അതൊക്കെയാണ് സൈക്കോളജിക്കൽ എന്ന് പറയുന്നത്. ദെൻ ലാംഗ്വേജ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, എങ്ങനെയാണ് അയാൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് മറ്റുള്ളവരോട്, അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ. ഇൻ്റർപേഴ്സണൽ ബിഹേവിയർ, ഒരു അച്ചീവ്മെൻറ്റ് നടത്താൻ വേണ്ടിയിട്ട് അയാൾ എങ്ങനെയൊക്കെയാണ് ബിഹേവ് ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ. ദെൻ ഒരു ഗ്രൂപ്പിൽ അയാൾ എങ്ങനെയൊക്കെയാണ് വർക്ക് ചെയ്യുന്നത്, ഒരു പെരുമാറുന്നത്, അതൊക്കെയാണ് ഈ ഒരു രീതിയിൽ പറയുന്നത് ബേസിക് സൈക്കോളജിക്കൽ പ്രോസസ്സിൽ അല്ലെങ്കിൽ ബേസിക് സൈക്കോളജിക്കൽ ആക്ടിവിറ്റീസിൽ പറയുന്നത്. ദെൻ ഫാക്ടേഴ്സ് കോസിങ് ഇൻഡിവിജ്വൽ ബിഹേവിയർ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. എസ്സേ ചോദിക്കാനുള്ള ചാൻസ് കൂടുതലൊരു പാർട്ടാണ്. ഫാക്ടേഴ്സ് കോസിങ് ഇൻഡിവിജ്വൽ ബിഹേവിയർ. പ്രധാനമായിട്ടും 3 ഫാക്ടേഴ്സാണ് ഉള്ളത്. ഒന്ന് ഇൻഹെറിറ്റഡ് ആയിട്ടും, 2 ലേൺഡ് ആയിട്ടും, മൂന്നാമത്തെ കാറ്റഗറി അതർ ഫാക്ടേഴ്സ് ആയിട്ടും. ഇൻഹെറിറ്റഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ജന്മനാ കിട്ടുന്ന കാര്യങ്ങളാണ്, അതായത് നമ്മുടെ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സുകൾ, ഇൻ്റലിജൻസ്, സെക്സ്, ഏജ്, അതൊക്കെ അങ്ങനെയുള്ള റിലീജിയൻ, അതൊക്കെ നമുക്ക് ജനിക്കുമ്പോൾ തന്നെ കിട്ടുന്ന കാര്യങ്ങളാണ്. അതാണ് ഒന്നാമത്തെ ഫാക്ടറുകൾ നമ്മൾ ഇൻഡിവിജ്വൽ ബിഹേവിയറിനെ എഫക്റ്റ് ചെയ്യുന്നത്. രണ്ടാമത്തത് ലേൺഡ്, നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ, വലുതായി കഴിഞ്ഞാൽ നമ്മൾ ചുറ്റും ഉള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി പഠിക്കില്ല, അങ്ങനത്തെ കാര്യങ്ങൾ, അതായത് പേഴ്സണാലിറ്റി, ആറ്റിറ്റ്യൂഡ്, ദെൻ മോട്ടിവേഷൻസ്, വാല്യൂസ്, അതിനൊക്കെയാണ് ലേൺഡ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ദെൻ അതർ ഫാക്ടേഴ്സ്, നമ്മുടെ ക്രിയേറ്റിവിറ്റി, ചുറ്റുമുള്ള എൻവിറോൺമെൻറ്റ്, അതിനൊക്കെയാണ് അതർ ഫാക്ടേഴ്സിൽ പറയുന്നത്. ഇതൊക്കെ ജസ്റ്റ് കണ്ടന്റ് മനസ്സിലാക്കി നമുക്കിങ്ങനെ എഴുതാം. ദെൻ പറയുന്നത് പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാളുടെ ക്വാളിറ്റീസിനെയാണ് പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതായത് ബേസിക്കലി പറയുകയാണെങ്കിൽ ഡെഫിനേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ടോട്ടാലിറ്റി ഓഫ് എ മാൻ, അല്ലെങ്കിൽ ജനറൽ സം ഓഫ് ഓൾ ട്രൈറ്റ് ക്വാളിറ്റീസ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ. അയാളുടെ ട്രൈറ്റ്സ് ആണ് അല്ലെങ്കിൽ ക്വാളിറ്റീസിനെയാണ് പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ദെൻ മെയിനായിട്ട് ഇതിൽ പറയുന്നത് ഒരാളുടെ തിയറി പറയണം. ഫ്രോഡിയൻ തിയറി, അതായത് പേഴ്സണാലിറ്റിയിൽ പറയുമ്പോൾ എപ്പോഴും പറയുന്ന ഒരു തിയറിയാണ് ഫ്രോഡിയൻ തിയറി പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇയാൾ പറയുന്നത് നമ്മുടെ സ്റ്റേജസ് ഓഫ് ലൈഫാണ് ഒരാളുടെ ബിഹേവിയറിനെ എഫക്റ്റ് ചെയ്യുന്നതെന്നാണ്. അതായത് ചൈൽഡ്ഹുഡ്, അഡൾട്ട്, അങ്ങനെയുള്ള സ്റ്റേജുകളാണ് ഒരാളുടെ ബിഹേവിയറിനെ എഫക്റ്റ് ചെയ്യുന്നതെന്നാണ്. നെക്സ്റ്റ് പറയുന്നത് ഡിറ്റർമിനൻസ് ഓഫ് ഇൻഡിവിജ്വൽ പേഴ്സണാലിറ്റി. ഒരു ഇൻഡിവിജ്വൽ പേഴ്സണാലിറ്റിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന ഫാക്ടേഴ്സാണ് പറയുന്നത്. 1 ബയോളജിക്കൽ, 2 കൾച്ചറൽ, 3 ഫാമിലി ആൻഡ് സോഷ്യൽ ഫാക്ടേഴ്സ്, ദെൻ 4 സിറ്റുവേഷണൽ ഫാക്ടേഴ്സ്. ബയോളജിക്കൽ ഫാക്ടേഴ്സിൽ പറയുന്നത് നമ്മുടെ ഫിസിക്കൽ ഫീച്ചേഴ്സ്, ബ്രെയിൻ, അതായത് മെമ്മറി പോലത്തെ കാര്യങ്ങൾ, ഹെറിഡിറ്ററി ആയിട്ട് നമുക്ക് കിട്ടുന്ന കാര്യങ്ങൾ, അതൊക്കെയാണ് നമ്മുടെ ഇൻഡിവിജ്വൽ പേഴ്സണാലിറ്റിനെ ഡിറ്റർമൈൻ ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കൾച്ചറൽ ഫാക്ടേഴ്സ്, നമ്മളൊരു കാര്യത്തിന് കൊടുക്കുന്ന വാല്യൂ, നോംസ്, അതൊക്കെ നമ്മുടെ ബിഹേവിയർ ആണ്. അതുപോലെ തന്നെ ഫാമിലി ആൻഡ് സോഷ്യൽ ഫാക്ടേഴ്സും, നമ്മുടെ പാരൻസ് നമ്മുടെ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ്ഡ് ആണല്ലേ. അതുപോലെ തന്നെ സോഷ്യലി നമ്മൾ ഇടപെട്ടിരിക്കുന്ന ആൾക്കാരൊക്കെ നമ്മുടെ ബിഹേവിയറിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ സോഷ്യലി നമ്മൾ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്, അതൊക്കെ നമ്മുടെ ഒരു പേഴ്സണാലിറ്റിയെ ഡിറ്റർമൈൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഫാക്ടറുകളാണ്. ദെൻ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ എങ്ങനെ റിയാക്ട് ചെയ്യുന്നു, പെരുമാറുന്നു, അതിനെങ്ങനെ കണ്ടോ അഭിമുഖീകരിക്കുന്നു എന്നൊക്കെ ഉള്ളത് നമ്മുടെ പേഴ്സണാലിറ്റീനെ ഡിറ്റർമൈൻ ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. ദെൻ പേഴ്സണാലിറ്റി ട്രൈറ്റ്,
അതായത് പേഴ്സണാലിറ്റി ക്വാളിറ്റീസ്. രണ്ട് രീതിയിലുള്ള തിയറി പോലെയാണ് ഇതിൽ പറയുന്നത്. ഒന്ന് ഐഡിയോഗ്രാഫിക്കും രണ്ട് നോമോതെറ്റിക്കും. ഐഡിയോഗ്രാഫിക് എന്ന് പറയുമ്പോൾ അതിൽ പറയുന്നൊരു ഫാക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാളെ മറ്റുള്ളവരായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. അതായത് എല്ലാവരും ഡിസ്റ്റിങ്വിഷബിൾ ആണ്. ഒരാളുടെ ക്യാരക്ടർ അല്ലെങ്കിൽ ക്വാളിറ്റീസ് ആയിരിക്കില്ല മറ്റൊരാൾക്ക് എന്നാണ് പറയുന്നത്. ദെൻ നോമോതെറ്റിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു കമ്പയറബിൾ ആണ്. ഇയാളിവിടെ ഈ ഒരു തിയറിയിൽ പറയുന്നത് എല്ലാവർക്കും ഈക്വൽ ക്വാളിറ്റീസ് ഉണ്ടാവും, പക്ഷെ അത് പുറത്ത് വരുന്ന രീതി ഡിഫറെൻറ്റ് എമൗണ്ട് ആണ്. അങ്ങനെ ആയിരിക്കും. അതുകൊണ്ടാണ് ഡിഫറെൻ്റ് ആൾക്കാർ ഡിഫറെൻറ്റ് രീതിയിലായി പോകുന്നത്. എല്ലാവർക്കും സെയിം ക്വാളിറ്റീസ് ഉണ്ടായിരിക്കും, പക്ഷെ അത് പുറത്ത് വരുമ്പോൾ ഡിഫറെൻറ്റ് രീതിയിലായിരിക്കും. അതാണ് പറയുന്നത് ഈ നോമോതെറ്റിക്കൽ അപ്രോച്ചിൽ. ദെൻ പറയുന്നത് പേഴ്സണാലിറ്റി തിയറീസ് ആണ്. ഒന്ന് ട്രൈറ്റ് തിയറി, ഇത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, ക്വാളിറ്റി തിയറീസ് ഒക്കെയാണ്. അത് ഒരാളുടെ ക്വാളിറ്റി എങ്ങനെയൊക്കെയാണ് ഡിറ്റർമൈൻ ചെയ്യുന്നതെന്നാണ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാം. നമ്മൾ ചുറ്റുള്ള കാര്യങ്ങൾ എങ്ങനെ നോക്കിക്കാണുന്നുള്ള രീതിയിലൊക്കെ നോക്കാം. അതുപോലെ ഫ്രോഡ് തിയറിയും അതുപോലെ തന്നെയാണ്. ഇതിൽ ഒരാളുടെ ഈഗോ, ഇത് സൂപ്പർ ഈഗോ, അതിനെയൊക്കെ കുറിച്ചിട്ടാണ് പറയുന്നത്. ദെൻ സോഷ്യൽ ലേണിംഗ് തിയറി പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോഷ്യലി നമ്മൾ ലേൺ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ബിഹേവിയറിൽ എഫക്റ്റ് ചെയ്യുന്ന രീതിയിലാണ് പറയുന്നത്. ദെൻ ഹോളിസ്റ്റിക് തിയറീസ്, അതായത് സ്ട്രെസ്സ് അങ്ങനെയുള്ള ഇൻ്റർ റിലേറ്റഡ്സ് ആയിട്ടുള്ള കാര്യങ്ങൾ അതൊക്കെ കണ്ട് ഒരാളുടെ ബിഹേവിയറിനെ എഫക്റ്റ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ് പെർസെപ്ഷൻ. പെർസെപ്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മുന്നിൽ നടക്കുന്ന ഒരു കാര്യത്തിന് നമ്മൾ എങ്ങനെ നോക്കി കാണുന്നു എന്നതിനെയാണ് പെർസെപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതായത് ഇത് നടക്കുന്ന ഒരു പ്രോസസ്സ് ഇങ്ങനെയാണ്. നമ്മുടെ 5 സെൻസറി ഓർഗാൻസും നമ്മളൊരു കാര്യം കാണുന്നു. നമ്മുടെ ചുറ്റും ഒരുപാട് കാര്യങ്ങൾ നടക്കാറുണ്ട് അല്ലേ. അപ്പോൾ അതിൽ നമ്മൾ ഒരു യുണീക്കായിട്ട് ഒരു കാര്യം മാത്രമേ ചിലപ്പോൾ നമ്മൾ കാണുകയുള്ളൂ. കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ ഒരു യുണീക്കായിട്ടുള്ള കാര്യങ്ങൾ കാണുന്നുള്ളൂ. അപ്പോൾ ആ യുണീക്കായിട്ടുള്ള കാര്യം നമ്മുടെ ബ്രെയിനിൽ എത്തിയിട്ട്, നമ്മുടെ സെൻസറി ഓർഗാനിൽ എത്തിയിട്ട് നമ്മൾ എങ്ങനെയാണ് അതിനെ തോട്ട് ചെയ്യുന്നത്, തിങ്ക് ചെയ്യുന്നതിന് എങ്ങനെയാണെന്നാണ് ആ ഒരു തോട്ട് ചെയ്തിട്ട് നമ്മൾ അതിനൊരു വിലയിരുത്തുന്ന പ്രോസസ്സിനെയാണ് പെർസെപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതായത് ഒരു സിറ്റുവേഷനെ എങ്ങനെ വിലയിരുത്തുന്നു എന്നതിനെയാണ് പെർസെപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ദെൻ ഡിഫറൻസ് ബിറ്റ്വീൻ സെൻസേഷൻ ആൻഡ് പെർസെപ്ഷൻ. നമ്മൾ പറഞ്ഞു, നമ്മൾ സെൻസേഷൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹിയറിങ്, വിഷൻ, സ്മെല്ലിങ് അതൊക്കെയാണ് സെൻസേഷൻ. ആ ഒരു സെൻസേഷനെ ബ്രെയിനിലെത്തി നമ്മൾ തോട്ട് ചെയ്ത് അതിനെ ഒരു വിലയിരുത്തുക, അതിനൊരു വാല്യൂ കൊടുക്കുന്നതിനാണ് പെർസെപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് ഡിഫറൻസിയേഷൻ നടത്താവുന്നതാണ്. ദെൻ പെർസെപ്ഷൻ പ്രോസസ്സ് ഇതുപോലെ തന്നെയാണ്. നമ്മളൊരു കാര്യങ്ങൾ നടക്കുന്നു, നമ്മളതിനെ കാണുന്നു, നമ്മൾ തോട്ട് ചെയ്യുന്നു, അതിനൊരു ഇൻ്റർപ്രിട്ടേഷൻ കൊടുക്കുന്നു. അതാണ് പെർസെപ്ഷൻ പ്രോസസ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ദെൻ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് പെർസെപ്ഷൻ, അതായത് ഇൻറ്റേർണൽ ഫാക്ടേഴ്സ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സും ഉണ്ട്. അതായത് നമ്മൾ പഠിച്ച കാര്യങ്ങൾ, നമ്മൾ പണ്ട് മുതൽ ശീലിച്ചിട്ടുള്ള ഹാബിറ്റുകൾ, മോട്ടിവേഷൻസ്, നമ്മുടെ ഇൻട്രസ്റ്റ് എങ്ങനെയാണോ അതുപോലെയൊക്കെ ആയിരിക്കും നമ്മളൊരു കാര്യത്തെ വിലയിരുത്തുന്നത്. അതൊക്കെയാണ് അതിൻ്റെ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ലേണിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, ലേണിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. എപ്പോഴും നമ്മൾ ഓരോ കാര്യങ്ങൾ പുതിയതായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. സോഷ്യൽ നിന്നായാലും നമ്മളിപ്പോൾ സ്റ്റഡീസിൽ നിന്നായാലും നമ്മുടെ ചുറ്റുള്ള എല്ലാ കാര്യത്തിലും പുതിയ പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആൾക്കാരാണ്. അതുകൊണ്ട് അത് ലേണിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. അതായത് ഒരു ന്യൂ ബിഹേവിയർ അക്വയർ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ലേണിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ദെൻ സ്റ്റെപ്സ് ഇൻ ലേണിംഗ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ തന്നെയാണ്. നമുക്ക് എന്തെങ്കിലും പുതിയൊരു കാര്യങ്ങൾ അറിയാനുള്ളൊരു ആഗ്രഹത്തിൽ നിന്ന് അത് ഇൻ്റർപ്രറ്റ് ചെയ്തിട്ട് അവസാനം നമ്മളത് പഠിക്കുന്നു. അതിനെയാണ് സ്റ്റെപ്സ് ഇൻ ലേണിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് സോഷ്യൽ ലേണിങ്ങിനെ കുറിച്ചിട്ടാണ്. അതായത് നമ്മളെപ്പോഴും പഠിക്കുന്നത് സ്വന്തമായി പഠിക്കും, അല്ലെങ്കിൽ മറ്റുള്ളവർ നോക്കി പഠിക്കും, ഒരു എൻവിറോൺമെൻറ്റിൽ നിന്ന് ചുറ്റും നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചിട്ട് പഠിക്കും. അപ്പോൾ സോഷ്യൽ ലേണിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരാളെ റോൾ മോഡലാക്കി പഠിക്കുക, അല്ലെങ്കിൽ ഒരു എൻവിറോൺമെൻറ്റിൽ നമുക്ക് കിട്ടുന്ന സിറ്റുവേഷനിൽ നിന്ന് പഠിക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് സോഷ്യൽ ലേണിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതിൻ്റെ പ്രോസസ്സാണ് നെക്സ്റ്റ് മോഡലിംഗ് പ്രോസസ്സിൽ പറയുന്നത്. അതായത് നമ്മൾ പറഞ്ഞ ഒരാളെ ഒബ്സർവ് ചെയ്ത് പഠിക്കുന്നത്, ആ ഒരു പ്രോസസ്സ് എങ്ങനെയാണെന്നാണ് പറയുന്നത്. 4 സ്റ്റെപ്സാണ് അതിൽ പറയുന്നത്. ഒന്ന് അറ്റൻഷൻ, അതായത് നമ്മളൊരു കാര്യത്തിന്, ഒരു എൻവിറോൺമെൻറ്റിന് അല്ലെങ്കിൽ ഒരു സിറ്റുവേഷന്, ഒരാൾക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പേഴ്സണെ ഒരു അറ്റൻഷൻ കൊടുക്കും, ശ്രദ്ധ കൊടുക്കും. ദെൻ റിട്ടൻഷൻ ചെയ്യും, അതിനെക്കുറിച്ചിട്ട് കൂടുതൽ നമ്മൾ അന്വേഷിക്കും. ദെൻ റീപ്രൊഡക്ഷൻ, അത് നമ്മുടെ ലൈഫിലോട്ട് ചെയ്യാൻ നമ്മൾ നോക്കും. ദെൻ മോട്ടിവേഷൻ, ആ ഒരു പ്രോസസ്സ് നമ്മൾ പഠിച്ചിട്ട് ലേൺ ചെയ്തിട്ട് നമ്മുടെ രീതിയിൽ നമ്മുടെ ബിഹേവിയർ ആക്കിയത് എക്വയർ ചെയ്ത് നമ്മുടെ ബിഹേവിയർ ആക്കിയത് മാറ്റും. അതാണ് ആ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് പ്രിൻസിപ്പിൾ ഓഫ് ലേണിംഗ്. മെയിനായിട്ട് 7 പ്രിൻസിപ്പിൾസ് ആണ് പറയുന്നത്. അതായത് ലേണിങ്ങിൻ്റെ പ്രിൻസിപ്പിൾസ്. ഒന്നാമത്തത് മോട്ടിവേഷൻ,
ലേണിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ മോട്ടിവേഷനിലൂടെയാണ്. അതൊരു കാര്യം കണ്ടിട്ട് നമുക്കത് പഠിക്കണം, അല്ലെങ്കിൽ നമ്മുടെ ഒരു ബിഹേവിയർ ആണ് എന്ന രീതിയിൽ അത് പഠിക്കാനുള്ളൊരു ആഗ്രഹത്തെ അല്ലെങ്കിൽ ഒരു ഇൻട്രസ്റ്റിനെയാണ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. ദെൻ നോളേജ് ഓഫ് റിസൾട്ട്. മോട്ടിവേഷൻ ചെയ്തിട്ട് നമ്മളത് നമ്മുടെ രീതിയിലാക്കാൻ നോക്കും, നമ്മുടെ ബിഹേവിയർ ആക്കാൻ നോക്കും. അതിനെ ആണ് നോളേജ് ഓഫ് റിസൾട്ട് എന്ന് പറയുന്നത്. ദെൻ ഇൻവോഴ്സ്മെൻറ്റ്. അതിൽ പറയുന്നത് നമ്മുടെ ബിഹേവിയർ ആക്കിയതിന് ശേഷം നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന റിവാർഡ്സ്, അതായത് നമ്മുടെ നല്ലൊരു ബിഹേവിയർ ആണെന്ന് മറ്റുള്ളവർ പറയും, ഒപ്പീനിയൻസ് കിട്ടും നമ്മളത് ചെയ്ത് കാണുമ്പോൾ. ആ ഒരു ഇതിനെയാണ് പറയുന്നത് റീഇൻഫോഴ്സ്മെൻറ്റ്. ദെൻ ഷെഡ്യൂൾ ഓഫ് ലേണിംഗ്. ഷെഡ്യൂൾ ഓഫ് ലേണിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ബിഹേവിയർ അക്വയർ ചെയ്യാൻ നമ്മൾ എത്ര ദിവസം എത്ര ടൈം എടുത്തു അതിൻ്റെ ഒരു പീരിയഡിനെയാണ് ഷെഡ്യൂൾ ഓഫ് ലേണിംഗ് എന്ന് പറയുന്നത്. ദെൻ വോൾ വേഴ്സസ് പാർട്ട് ലേണിംഗ്. നമ്മൾ ഫുള്ളി അത് പഠിച്ചോ, ആ ബിഹേവിയർ പഠിച്ചോ, അല്ലെങ്കിൽ പാർട്ടിലി ആ ബിഹേവിയർ പഠിച്ചോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ദെൻ ലേണിംഗ് കർവ്സ്. ഈ ഒരു ലേണിംഗ് പ്രോസസ്സിൻ്റെ ഒരു ഡയഗ്രമാറ്റിക് ഫോമാണ് ലേണിംഗ് കർവ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ദെൻ മീനിങ് ഫുൾനെസ് ഓഫ് മെറ്റീരിയൽസ്. 7th പോയിന്റ് മീനിങ് ഫുൾനെസ് ഓഫ് മെറ്റീരിയൽസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു സബ്ജക്റ്റിന് അല്ലെങ്കിൽ ഒരു ബിഹേവിയറിനെ എത്രത്തോളം പഠിച്ചു എന്നതാണ് ഇതിൽ പറയുന്നത്. ദെൻ നെക്സ്റ്റ് ചാപ്റ്റർ മോട്ടിവേഷൻ, ചാപ്റ്റർ 3. മോട്ടിവേഷൻ എന്ന് നമ്മൾ ഇത്രയും നേരം പറഞ്ഞു, ഒരാൾ മോട്ടിവേറ്റഡ് ആയിട്ടുണ്ടെങ്കിലാണ് അയാൾ പുതിയ ബിഹേവിയർ അക്വയർ ചെയ്യുന്നത്, അല്ലെങ്കിൽ മോട്ടിവേഷനിലൂടെയാണ് ഒരാൾ എപ്പോഴും പുതിയ പുതിയ നേട്ടങ്ങൾ എപ്പോഴും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം ഒരാൾക്ക് പ്രൊമോഷൻ വേണമെന്ന് അയാൾ ഒരു തിങ്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അയാൾ ബെറ്ററായിട്ട് പെർഫോം ചെയ്യും. അപ്പോൾ അതിനനുസരിച്ചിട്ട് അയാൾക്ക് റിവാർഡും കിട്ടും. അതാണ് ഈ ഒരു മോട്ടിവേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു ഇൻസ്പയറിംഗ് പ്രോസസ്സാണ്, അല്ലെങ്കിൽ ഒരു എന്തൂസിയാസാണ് പുതിയ കാര്യങ്ങൾ എക്വയർ ചെയ്യാനുള്ളത്. ദെൻ നെക്സ്റ്റ് പറയുന്നത് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. നമ്മൾ പറഞ്ഞു അതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണത്. ദെൻ ഒരു സൈക്കോളജിക്കൽ ഫിനോമിനയാണ്, ഡൈനാമിക് പ്രോസസ്സാണ്, ഒരു ഇൻഡിവിജ്വൽ റിലേറ്റഡ് ആണ്, ദെൻ ഗോൾ ഓറിയൻറ്റഡ് പ്രോസസ്സാണ്, ഒരു കോംപ്ലക്സ് പ്രോസസ്സ്. അങ്ങനെയൊക്കെയുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ആണ് മോട്ടിവേഷനെ. ദെൻ ഇമ്പോർട്ടൻസ് ഓഫ് മോട്ടിവേഷൻ. ഇപ്പോൾ നേരത്തെ പറഞ്ഞൊരു പ്രൊമോഷൻ്റെ കാര്യം, ഒരാൾ അങ്ങനെ ഒരു മോട്ടിവേഷൻ നമുക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ അയാൾ ബെറ്ററായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ നോക്കും. ഒരു ഓർഗനൈസേഷൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ അവിടെയുള്ള എല്ലാ റിസോഴ്സസും അയാൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യും. അത് മറ്റുള്ള എല്ലാവർക്കും ഭയങ്കര ഒരു മോട്ടിവേഷൻ, എല്ലാവർക്കും അവിടെ ചുറ്റുള്ള എല്ലാവർക്കും അതൊരു മോട്ടിവേഷൻ ആയിരിക്കും. അതിലൂടെ അവർക്ക് ഒരു ബെറ്റർ ഹ്യൂമൻ റിലേഷൻസ് ഉണ്ടായിരിക്കും, ക്വാളിറ്റി ഓഫ് പെർഫോമൻസ് അയാളുടെ ഇൻക്രീസ് ചെയ്യും, ബെറ്റർ ഇമേജ് ഉണ്ടാവും. ദെൻ കമ്പനിയുടെ തന്നെ പെർഫോമൻസും ടേൺ ഓവറൊക്കെ ഇൻക്രീസ് ചെയ്യും. അയാൾക്ക് അയാളുടെ ഒരു മോട്ടിവേഷൻ അല്ലെങ്കിൽ അച്ചീവ്മെൻറ്റ് അത് നേടാനും സഹായിക്കും. അതൊക്കെയാണ് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയണമെങ്കിൽ. ദെൻ തിയറീസ് ഓഫ് മോട്ടിവേഷൻ. ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പാർട്ടാണ് തിയറീസ് ഓഫ് മോട്ടിവേഷൻ. തിയറീസ് ഓഫ് മോട്ടിവേഷനിൽ മെയിൻലി 2 തിയറീസാണ് പറയുന്നത്. ഒന്ന് കണ്ടന്റ് തിയറീസും, 2 പ്രോസസ് തിയറീസും. കണ്ടന്റ് തിയറീസിൽ ഫസ്റ്റ് വരുന്നത് മാസ്ലോ നീഡ് ഹൈറാർക്കി തിയറിയാണ്. ഒരുപാട് തവണ പഠിച്ച തിയറിയാണ്. അതായത് ഒരു ഹ്യൂമൻ്റെ നീഡ്സിനനുസരിച്ചിട്ട് മെയിൻലി, അതായത് സൈക്കോളജിക്കൽ നീഡ്സ്. ഫസ്റ്റത്തെ നീഡാണ് സൈക്കോളജിക്കൽ നീഡ്സ്. അത് ബേസിക് ആയിട്ടുള്ളത് ഡ്രിങ്ക്, ഫുഡ്, അങ്ങനെയുള്ള ഓക്സിജൻ, അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള ഒരു ഹ്യൂമന് വേണ്ട നീഡ്സ്. ദെൻ സേഫ്റ്റി നീഡ്സ്, ഷെൽട്ടർ, അങ്ങനെയുള്ള കാര്യങ്ങൾ. സോഷ്യൽ നീഡ്സ്, പിയർ ഗ്രൂപ്പുകൾ, അതായത് സോഷ്യൽ റിലേഷൻഷിപ്പുകൾ. എക്സ്റ്റീം നീഡ്സ്, കോൺഫിഡൻസ്, പേഴ്സണൽ സ്ട്രെങ്ത്, സ്റ്റാറ്റസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ദെൻ സെൽഫ് ആക്ച്വലൈസേഷൻ, അതായത് ടോപ്പ് ആവണം എന്നുള്ളൊരു നീഡുകൾ. അങ്ങനെയുള്ള നീഡ്സുകളായിട്ടാണ് ഇയാൾ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് 5 രീതിയിൽ. ദെൻ പറയുന്നത് ഹേഴ്സ്ബർഗ് 2 ഫാക്ടർ തിയറിയാണ്. 2 ഫാക്ടർ തിയറിയിൽ പറയുന്നത്, ഇതിൽ പറയുന്നത് 2 ഫാക്ടേഴ്സിനെ കുറിച്ചിട്ടാണ്. അതായത് ഹ്യൂമൻ മോട്ടിവേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള 2 ഫാക്ടേഴ്സ്, അതായത് ഒന്ന് മോട്ടിവേഷണൽ ഫാക്ടേഴ്സും 2 ഹൈജീൻ ഫാക്ടേഴ്സും. ഇതിലെങ്ങനെ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, മോട്ടിവേഷൻ ഫാക്ടേഴ്സ് പറയുമ്പോൾ ഈ മോട്ടിവേഷൻ ഫാക്ടേഴ്സ് ഒരു ഓർഗനൈസേഷനിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടുത്തെ എംപ്ലോയീസിന് ഭയങ്കര മോട്ടിവേഷൻസ് ആയിരിക്കും, അതിലൂടെ അവർക്ക് നല്ല സാറ്റിസ്ഫാക്ഷൻ കിട്ടും. പക്ഷേ ഇതിൻ്റെ ആബ്സെൻസ് അവർക്ക് ഡിസാറ്റിസ്ഫാക്ഷൻസ് ഒന്നും ഉണ്ടാക്കാറില്ല. ദെൻ ഹൈജീൻ ഫാക്ടേഴ്സ്. ഹൈജീൻ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ആബ്സെൻസ് അവർക്ക് എംപ്ലോയീസിന് ഡിസാറ്റിസ്ഫാക്ഷൻസ് ഉണ്ടായിരിക്കും, പക്ഷേ ഇതിൻ്റെ ആബ്സെൻസ് എന്ന് പറയുന്നത് അവർക്ക് സാറ്റിസ്ഫാക്ഷൻ ഒന്നും ഉണ്ടാക്കില്ല. അതായത് 2 ഫാക്ടേഴ്സ്, ഒന്ന് മോട്ടിവേഷണൽ ഫാക്ടേഴ്സ്, അതായത് മോട്ടിവേഷണൽ ഫാക്ടേഴ്സിൻ്റെ പ്രസൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഭയങ്കര സാറ്റിസ്ഫാക്ഷൻസ് ആയിരിക്കും എംപ്ലോയീസിന്, പക്ഷേ ആബ്സെൻസ് ഡിസാറ്റിസ്ഫാക്ഷൻസ് ഒന്നും ഉണ്ടാക്കില്ല. ദെൻ ഹൈജീൻ ഫാക്ടേഴ്സിൻ്റെ ആബ്സെൻസ് ഡിസാറ്റിസ്ഫാക്ഷൻസ് ഉണ്ടായിരിക്കും, പക്ഷേ പ്രസൻസ് മോട്ടിവേഷൻസ് ഒന്നും ഉണ്ടാക്കില്ല, അല്ലെങ്കിൽ സാറ്റിസ്ഫാക്ഷൻ ഒന്നും ഉണ്ടാക്കില്ല. അതിനെ കുറിച്ചിട്ടാണ് ഹേഴ്സ്ബർഗ് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ആൽഫ്രഡേഴ്സ് ERG തിയറി. നമ്മളിപ്പോൾ കുറേ പഠിച്ചിട്ടുണ്ട് ERG തിയറി. E വെച്ചിട്ടുണ്ടെങ്കിൽ എക്സിസ്റ്റൻസ്, R വെച്ചിട്ടുണ്ടെങ്കിൽ റിലേറ്റഡ്നെസ്, G പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രോത്ത്. അതാണ് ആൽഫ്രഡേഴ്സിൻ്റെ ERG തിയറി അല്ലെങ്കിൽ എർഗ് തിയറി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ.
അതായത് എക്സിസ്റ്റൻസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സിസ്റ്റൻസ് നീഡ്സ് ആണ് എക്സിസ്റ്റൻസിലോട് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ നേരത്തെ മാസ്ലോയുടെ തിയറി പറഞ്ഞ പോലെ നീഡ്സുകൾ, ബേസിക് ആയിട്ടുള്ള നീഡ്സുകൾ, ഫുഡ്, വാട്ടർ, എയർ, അതൊക്കെ ഉള്ള കാര്യങ്ങൾ. റിലേറ്റഡ് നീഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോഷ്യൽ റിലേഷൻഷിപ്പിനെയാണ് റിലേറ്റഡ് നീഡ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഗ്രോത്ത് നീഡ്സ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള നീഡ്സുകൾ, ബെറ്റർ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഉണ്ടാക്കുക പേഴ്സണൽ ലൈഫിൽ, അങ്ങനത്തെ നീഡ്സിനെയാണ് ഗ്രോത്ത് നീഡ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ദെൻ പറയുന്നത് മെക്ലാൻഡ് അച്ചീവ്മെൻറ്റ് മോട്ടിവേഷൻ തിയറിനെ കുറിച്ചിട്ടാണ്. ഈ തിയറീസൊക്കെ മുന്നേയും പഠിച്ചിട്ടുള്ളതാണ്. 3 രീതിയിലാണ് ഇയാൾ നീഡ്സ് പറയുന്നത്. 1 നീഡ് ഫോർ അഫിലിയേഷൻ, 2 നീഡ് ഫോർ പവർ, 3 നീഡ് ഫോർ അച്ചീവ്മെൻറ്റ്. അഫിലിയേഷൻ ഉള്ളതും ഒരു പവറിനുള്ളൊരു നീഡും അതായത് അച്ചീവ്മെൻറ്റിനുള്ള നീഡൊക്കെയാണ് ബേസിക് ആയിട്ടൊരു ഹ്യൂമൻസിന് ഉണ്ടാവുക എന്നാണ് പറയുന്നത് ഈ തിയറീസിലൊക്കെ. നെക്സ്റ്റ് പറയുന്നത് പ്രോസസ് തിയറീസിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് കണ്ടന്റ് തിയറീസിനെ കുറിച്ചിട്ടാണ്. അതായത് മോട്ടിവേഷൻ എന്താണെന്നുള്ളൊരു കണ്ടന്റ് ബേസ്ഡ് ആയിട്ടുള്ള തിയറീസാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. നെക്സ്റ്റ് പ്രോസസ് തിയറി, ഈ ഒരു മോട്ടിവേഷൻ എങ്ങനെ അച്ചീവ് ചെയ്യാം എന്നതിനെ കുറിച്ചിട്ടുള്ള തിയറീസാണ് ഇനി പറയണത്. അത്ര ഇമ്പോർട്ടൻറ്റ് തിയറീസ് ഒന്നുമില്ല, ആകെ ഒരു തിയറി ഇമ്പോർട്ടൻ്റ് ഉള്ളത് ഞാൻ പറയാം. വ്രൂം എക്സ്പെക്റ്റൻസി മോഡലാണ് ആദ്യത്തേത്. അതായത് ഒരാൾ എന്തെങ്കിലും ഒരു കാര്യം നേടണമെന്ന് വിചാരിക്കുമ്പോൾ അയാൾക്ക് എപ്പോഴും അതൊരു എക്സ്പെക്റ്റേഷൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അയാൾ നന്നായി പെർഫോമൻസ് ചെയ്യും. അങ്ങനെ അയാൾക്ക് ആ ഒരു മോട്ടിവേഷൻ നടക്കും. അതാണ് ആ ഒരു പ്രോസസ്സിനാണ് അയാൾ എക്സ്പെക്റ്റൻസി, ഇൻസ്ട്രുമെൻറ്റാലിറ്റി, അതുപോലെ തന്നെ വാലൻസ് എന്നൊക്കെ രീതിയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് എക്സ്പെക്റ്റൻസി കണ്ടിട്ടുണ്ടെങ്കിൽ എക്സ്പെക്റ്റേഷൻസ് ഉണ്ടായിരിക്കും, ഇൻസ്ട്രുമെൻറ്റാലിറ്റി കണ്ടിട്ടുണ്ടെങ്കിലും അയാൾ അതിനനുസരിച്ചിട്ട് പെർഫോം ചെയ്യും. ദെൻ വാലൻസ്, അതിനനുസരിച്ചിട്ട് അയാൾക്ക് റിവാർഡ് കിട്ടും. ആ ഒരു കൺസെപ്റ്റാണ് ബ്രൂംസ് എക്സ്പെക്റ്റൻസി മോഡൽ പറയുന്നത്. ദെൻ ഇക്വിറ്റി തിയറി, അതായത് ഇക്വാലിറ്റി എന്നൊരു മീനിങ് ആണ്. അത് ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന, സെയിം റാങ്കിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് സെയിം സാലറീസ്, സെയിം റെപ്യൂട്ടേഷൻസ് ഒക്കെ കൊടുക്കണം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഇക്വിറ്റി തിയറിയിൽ പറയുന്നത്. ദെൻ നെക്സ്റ്റ് റീ എൻഫോഴ്സ്മെൻറ്റ് തിയറി. ഇതൊക്കെ മുന്നേ പഠിച്ചിട്ടുള്ള തിയറീസാണ്. അതായത് പണിഷ്മെൻറ്റും റിവാർഡും റിലേറ്റഡ്. അതായത് നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് നല്ല റിവാർഡ്സും, ദെൻ മോശമായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് പണിഷ്മെൻറ്റും, അതിനനുസരിച്ചിട്ടുള്ള റിവാർഡ് കുറയ്ക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് വെച്ചിട്ടാണ് ഈ തിയറി പറയുന്നത്. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു പോസിറ്റീവ് റീഎൻഫോഴ്സ്മെൻറ്റ്, നെഗറ്റീവ് റീഎൻഫോഴ്സ്മെൻറ്റ്, അതൊക്കെയാണ് പറയുന്നത്. ദെൻ നെക്സ്റ്റ് മെക്ഗ്രെഗേഴ്സ് തിയറി ഓഫ് എക്സ് ആൻഡ് വൈ, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻസ്. തിയറി എക്സ് എന്താണ്, തിയറി വൈ എന്താണെന്ന് സെപ്പറേറ്റ് ചോദിക്കാറുണ്ട്. തിയറി എക്സ് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള കാര്യമാണിത്. അതായത് തിയറി എക്സ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് വർക്കാണ്. അതായത് പവറാണ് ഏറ്റവും ഭയങ്കര സുപ്പീരിയർ, പവറിൽ ഏറ്റവും ടോപ്പ് മാനേജ്മെൻറ്റ് അനുസരിച്ചിട്ട് വേണം ബാക്കിയുള്ള മിഡിലും ലോവർ ലെവൽ മാനേജ്മെൻ്റ് ഒക്കെ വർക്ക് ചെയ്യാൻ. അതായത് ഒരു ലൈൻ ഓഫ് അതോറിറ്റിയാണ്. ടോപ്പിൽ നിന്ന് എന്താണ് പറയുന്നത് അതായിരിക്കണം അണ്ടറിലുള്ള എല്ലാവരും ചെയ്തിരിക്കുക എന്നുള്ളൊരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് വർക്ക് ആയിരുന്നു തിയറി എക്സിൽ പറഞ്ഞിരുന്നത്. ദെൻ വൈയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുതിയ മോഡേൺ തിയറിയാണ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് വർക്ക്. അതായത് എല്ലാവർക്കും ഒരു കോപ്പറേഷൻസ് ഉണ്ടാവും വർക്കിൽ. അതായത് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി ഒക്കെ കൊടുത്തിട്ട് കൂടുതൽ സ്കോപ്പ് എംപ്ലോയീസിന് ഉണ്ടായിരിക്കും. അതായത് കൂടുതൽ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിലൊക്കെ റോള് കിട്ടും, എല്ലാവർക്കും ഒരു സാറ്റിസ്ഫാക്ഷനൊക്കെ കിട്ടും വർക്ക് ചെയ്യുമ്പോൾ. അതാണ് ഈ ഒരു തിയറിയിൽ പറയുന്നത്. ദെൻ ഫിനാൻഷ്യൽ ആൻഡ് നോൺ ഫിനാൻഷ്യൽ മോട്ടീവ്സ്, അതായത് ഇങ്ങനെയുള്ള മോട്ടിവേഷനിൽ പറയുമ്പോൾ ഫിനാൻഷ്യൽ ആയിട്ടുള്ള മോട്ടിവേഷൻസും ഉണ്ടായിരിക്കും, നോൺ ഫിനാൻഷ്യൽ ആയിട്ടുള്ള മോട്ടിവേഷൻസും ഉണ്ടായിരിക്കും. ഫിനാൻഷ്യൽ ആയിട്ടുള്ള മോട്ടിവേഷൻസും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിവാർഡുകൾ, അതായത് വേജസുകൾ, ടൈം ബേസ്ഡ് ആയിട്ടുള്ള സാലറീസ് ഒക്കെ ഉണ്ടാവാറുണ്ട്. അതായത് നമുക്കറിയാം ഒരു ഓർഗനൈസേഷനിൽ ഓരോ ഓർഗനൈസേഷനിലും സാലറീസ്, അയാളുടെ വേജ് കൊടുക്കുന്നത് ഡിഫറെൻറ്റ് രീതിയിലായിരിക്കും. അതാണ് ഫിനാൻഷ്യൽ മോട്ടീവ്സിൽ പറയുന്നത്. നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങളാണ്. ടൈം ബേസ്ഡ് ആയിട്ടുള്ള സാലറീസ് കൊടുക്കും. പീസ് വർക്ക്, അതായത് എത്ര പ്രൊഡക്റ്റ് ചെയ്തു അതിനനുസരിച്ചിട്ടുള്ള റിവാർഡ് കൊടുക്കും. ദെൻ ബോണസ് കൊടുക്കും, കമ്മീഷൻസ് കൊടുക്കും, ഫ്രിഞ്ച് ബെനിഫിറ്റ്സുകൾ കൊടുക്കും, അതായത് അഡീഷൻ ബെനിഫിറ്റ്സ് കൊടുക്കും. അങ്ങനെയുള്ള പെർഫോമൻസ് റിലേറ്റഡ് പേ ചെയ്യും. അങ്ങനെയുള്ളത് അതിനെയൊക്കെയാണ് ഫിനാൻഷ്യൽ മോട്ടീവ്സ് എന്ന് പറയുന്നത്. ദെൻ നോൺ ഫിനാൻഷ്യൽ മോട്ടീവ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജോബ് എൻലാർജ്മെൻറ്റ്, ജോബ് എൻറിച്ച്മെൻറ്റ്, പിന്നെ ജോബ് റൊട്ടേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നോൺ ഫിനാൻഷ്യൽ മോട്ടിവേഷൻസിലൂടെ പറയുന്നത്. ഇത്രയൊക്കെയാണ് 3 ചാപ്റ്റേഴ്സ്. അപ്പോൾ എല്ലാവരും കാണുക, നന്നായിട്ട് പഠിക്കുക.